ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ റെഡിയായി സ്കോട്ട്ലൻഡ് പോകാൻ പോവാണ്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഞാൻ യു കെയിലേക്ക് വന്നത് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇപ്പോൾ പുതിയൊരു രാജ്യത്ത് പോവാണ്. യു കെയിലത്തെ ഒരു രാജ്യം തന്നെയാണ് സ്കോട്ട്ലൻഡ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതേ ടാക്സി വന്നു, ഞങ്ങൾ ഇറങ്ങാണ്. ഇവിടെ നിന്നൊരു 10-15 മിനിറ്റ് ഉണ്ട് ഗാറ്റ്വിക് എയർപോർട്ടിലോട്ട്. പുറത്ത് നല്ല തണുപ്പാണ്. ഞാൻ നല്ല ഉറക്കപ്പിച്ചിലാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ്സ് കൊണ്ട് ഗാറ്റ്വിക് എയർപോർട്ടിലെത്തി. കാരണം 4 മണിയാണ്. പിന്നെ ഒന്നാമത് ഇവിടെ വിന്റർ കാരണം നല്ല തണുപ്പാണ്, പുറത്ത് നല്ല ഇരുട്ടുമാണ്. ഞാൻ ക്രൗളിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഗാറ്റ്വിക്ക് നിന്ന് ഫ്ലൈ ചെയ്യുന്നത്. ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ് ലണ്ടനിൽ നിന്നാണ് കേട്ടോ. അത് ലണ്ടൻ LHR-ഉം ഇത് ഗാറ്റ്വിക് എയർപോർട്ടും. അപ്പോൾ ഇതേ ഗാറ്റ്വിക് എയർപോർട്ട് എത്തി. So what time is your flight? 6:25 ആണ് ഡിപ്പാച്ചർ. സോ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. വി ആർ ഫ്ലൈങ് വിത്ത് EasyJet. എയർപോർട്ടിൻ്റെ അകത്തേക്ക് എൻ്റർ ആയി. ഇപ്പോൾ ഞാൻ ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യാൻ പോവാണ്. EasyJet വഴിയാണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ EasyJetൻ്റെ കൗണ്ടറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി വെബ് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഒരു ബാഗ് ഉണ്ട്, അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ഇൻ കൗണ്ടറിൽ വെയിറ്റ് ചെയ്യാം. സോൾട്ടൺ പോയിട്ട് ചെക്ക് ഇൻ കൗണ്ടറിൽ പോയിട്ട് ബാഗേജ് ഡ്രോപ്പ് ചെയ്തു. നമുക്ക് 3 പേർക്കും കൂടെ ഒരു ലഗേജ് ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ഹാൻഡ് ബാഗാണ്. ചെറിയ കുട്ടി ഹാൻഡ് ബാഗ് നമ്മുടെ തോളിലുണ്ട്. ബാക്കി ലഗേജ് ഒരൊറ്റ പെട്ടി നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. എനിക്ക് ഇവരെ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ആവശ്യമില്ലാണ്ട് കുറേ ഡ്രസ്സൊക്കെ വലിച്ചു വാരി എടുക്കില്ലേ, ഇവർ കറക്റ്റ് ദിവസം എണ്ണി എന്താണോ അതിനനുസരിച്ചാണ് കേട്ടോ എടുക്കുക. പാസ് ചെയ്തിട്ട് ഗേറ്റിലെത്തി. സോ വിച്ച് നമ്പർ ഈസ് അവർ ഗേറ്റ്? ഹൗ വി നോ ദാറ്റ്? We don't know yet. Oh, they haven't allocated yet. They probably have, but we don't know. Azal can check. His magic device. മാജിക് ഡിവൈസ്. സോ ഡ്യൂട്ടി ഫ്രീ കഴിഞ്ഞ് ഇതാണ് സെക്യൂരിറ്റി ഗേറ്റ്. അത്യാവശ്യം വലിയ എയർപോർട്ടാണ്. 45C. ആക്ച്വലി നമ്മൾ കുറച്ച് നേരത്തെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി പാസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് കോഫിയൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നു. സോ ഞങ്ങൾ ഗേറ്റിലോട്ട് പ്രൊസീഡ് ചെയ്യാണ്. ടൈം ഒരു 15 മിനിറ്റ്സും കൂടെ ഉണ്ട് ബോർഡിങ്ങിന്. അപ്പോൾ അതേ ഞങ്ങൾ ഗേറ്റിലോട്ട് പ്രൊസീഡ് ചെയ്യുന്നു. 45 വന്നുകൊണ്ട് ഗേറ്റ്. റിമോട്ട് ബോർഡിങ് അല്ലാണ്ടിരുന്നാൽ മതി. റിമോട്ടാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പാണ് പുറത്ത്. സ്റ്റാൻഡ് കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഗേറ്റ് നമ്പർ 45 ആണ്. അപ്പോൾ ഗേറ്റിലോട്ട് പ്രൊസീഡ് ആവണം. എയർക്രാഫ്റ്റ് ഓൾറെഡി സ്റ്റാൻഡിലുണ്ടെന്ന് തോന്നുന്നു. ഗേറ്റ് നമ്പർ 45-ലെത്തി. ഞാൻ റിമോട്ട് ബോർഡിങ് വേണ്ടാന്ന് വിചാരിച്ചു. കറക്റ്റ് റിമോട്ട് ബോർഡിങ് തന്നെ കിട്ടിയിട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ക്യൂവും അല്ലാന്നുണ്ടെങ്കിൽ ഇടയിൽ ബോർഡിംഗ് പാസ് കാണിക്കുക അങ്ങനെയൊന്നുമില്ല. നേരെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതിന് എയർക്രാഫ്റ്റ് ഉണ്ടായി. എല്ലാവരും പാടെ അങ്ങനെ നേരെ കയറി. പുറത്ത് നല്ല തണുപ്പാണ്. ഒന്നാമത് എയർപോർട്ട് പ്രിമേഴ്സ് കാരണം ഏപ്രിലിൽ വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. നല്ല കാറ്റ് വീശുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് EasyJet ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. EasyJet ഇവിടുത്തെ ലോക്കൽ ഫ്ലൈറ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലാണ് കേട്ടോ കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ വീഡിയോ എടുക്കുന്നതിനൊക്കെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിന്. ഇവരെ ചിലർ പറയും എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ പറയും. അങ്ങനെ ഞങ്ങൾ എയർക്രാഫ്റ്റിൽ കയറാണ്. ബാക്ക് സൈഡ് ഡോറാണ് കേട്ടോ ഞങ്ങൾ ബോഡിക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പുറത്ത് നല്ല തണുപ്പാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ജാക്കറ്റ് എടുത്തിട്ട്, കാരണം തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബാക്ക് ഡോറിൽ കൂടെ നേരെ എയർക്രാഫ്റ്റിൽ കയറി. കൂടുതലും എയർക്രാഫ്റ്റിൽ സ്കോട്ടിഷ് ആൾക്കാരാണ്. പിന്നെ കുറച്ച് ട്രാവലേഴ്സും ഉണ്ട്. നമ്മുടെ സീറ്റ് എന്തോ 25 എന്തോ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3x3 കോൺഫിഗറേഷനാണ്. എയർബസ് 320 ആണ് ഫ്ലൈറ്റ്. എനിക്കും ഗ്രേക്കിനും സീറ്റ് അടുത്തടുത്തായിരുന്നു. സോൾട്ടിൻ്റെ സീറ്റ് തൊട്ടപ്പുറത്തായിരുന്നു. അങ്ങനെ ഒരു ചേച്ചിനോട് ചോദിച്ചപ്പോൾ
ഇപ്പുറത്തിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി മാറിക്കൊടുത്തിട്ട് നമ്മൾ 3 പേരും ഒരേ സീറ്റിലിരുന്നു. അതായത് ഒരേ റോളിലിരുന്നു. എനിക്ക് വിൻഡോ സീറ്റ് തന്നു കേട്ടോ. ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ട് ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ഇപ്പോഴും ടേക്ക് ഓഫും ലാൻഡിങ്ങും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. വിൻഡോ സീറ്റിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വിൻഡോ സീറ്റ് കിട്ടുന്ന ചാൻസിൽ ഞാൻ കയറിയിരിക്കലുണ്ട്. അങ്ങനെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. തൊട്ടപ്പുറത്തും ഈസി ജെറ്റ് തന്നെ കേട്ടോ കിടക്കുന്നത്. വൈകാണ്ട് തന്നെ നമ്മൾ ഡിപ്പാർട്ട് ആവും കേട്ടോ, കാരണം ഒരു ഫ്ലാപ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് എയർ ബസ്സിൽ മാത്രമാണ് കേട്ടോ കൂടുതലായിട്ട് കേൾക്കുക. കുറേ ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോ ഉണ്ട് ഇതിൻ്റെ ഈ ശബ്ദത്തിനെ പറ്റിയിട്ട്, ആൾക്കാർ പേടിക്കുന്നതിനൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോ. ഇതൊന്നുമില്ല കേട്ടോ, ടേക്ക് ഓഫിന് മുമ്പ് സാധനങ്ങൾ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതെന്നാണ് എൻ്റെ അറിവ്. അത് കഴിഞ്ഞപ്പോഴത്തേനും എയർക്രാഫ്റ്റ് പുഷ് ബാക്ക് ആയി. ഇപ്പം നമ്മൾ റൺവേയിലോട്ട് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തൊരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ റൺവേൻ്റെ തൊട്ടടുത്താണ്. അപ്പോഴത്തേനും ടേക്ക് ഓഫ് ആയിട്ടോ. ഏർലി മോർണിംഗ് ആണ്, 6:30 ആയിരുന്നു ടേക്ക് ഓഫ് ടൈം. അതുകൊണ്ട് തന്നെ പുറത്ത് നല്ല ഇരുട്ടാണ്. അവിടെ എത്തുമ്പോഴത്തേനും നേരം വെളുത്തിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ക്ലൗഡ് മുകളിൽ കയറിയപ്പോഴത്തേനും 3000 ഫീറ്റൊക്കെ കയറിയപ്പോഴത്തേനും പുറത്ത് നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. സൺറൈസ് കാണാൻ പറ്റുന്നുണ്ട്. നേരം വെളുക്കുന്ന സമയമാകുമ്പോഴത്തേനുമാണ് നമ്മൾ സ്കോട്ട്ലാൻഡിലെത്തുക. ഒരു 45 മിനിറ്റ്സ്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിക്കൊക്കെ പോകുന്ന ആ ഒരു ടൈം 1 അവർ എസ്റ്റിമേറ്റഡ് ആയിരിക്കും. പക്ഷേ 45 മിനിറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് ഡിസെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് താഴത്തോട്ട്. പിന്നെ പുറത്ത് നല്ല തണുപ്പാണ്, കാരണം അത്രയും മേഘമുണ്ട്. നമുക്ക് പുറത്തുനിന്ന് തന്നെ അകത്തുനിന്ന് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും പുറത്ത് എത്ര തണുപ്പാണെന്നുള്ളത്. നല്ല ഡാർക്കാണ് ഔട്ട് സൈഡ്. നമ്മൾ ഏർലി മോർണിംഗും ആണ്, വിൻ്റർ ടൈം ആയതുകൊണ്ട് പിന്നെ മഴയ്ക്കും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ താഴെ പയ്യെ ഡിസെൻഡ് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്വലി കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇനി അവിടെ ചെന്നാൽ അറിയാം എത്ര തണുപ്പാണുള്ളതെന്നുള്ളത്. അങ്ങനെ നേരം വെളുത്ത സമയമായപ്പോൾ നമ്മൾ സ്കോട്ട്ലാൻഡിലേക്ക് ടച്ച് ഡൗൺ ആയി. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനാണ് സ്കോട്ട്ലാൻഡ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ UK ഭാഗമാണെന്നുണ്ടെങ്കിലും വേറൊരു കൺട്രിയാണ് കേട്ടോ. പക്ഷെ പാസ്പോർട്ട് കൺട്രോളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് UK വിസ ഉള്ളതുകൊണ്ട് ആ വിസ വെച്ചിട്ട് തന്നെ നമുക്ക് സ്കോട്ട്ലാൻഡിലേക്കും ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫൈനലി നമ്മൾ റൺവേയിൽ ടച്ച്ഡായി. ഈ തുറക്കുന്ന സാധനമല്ലേ, ഇതാണ് സ്പോയിലേഴ്സ്. എയർക്രാഫ്റ്റിനെ സ്ലോ ഡൗൺ ചെയ്തിട്ട് ഡ്രാഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് ലാൻഡ് ചെയ്തു. ഇവിടെ നിന്ന് റിമോട്ട് പേ ആയിരുന്നു. നമ്മൾ നേരെ സ്റ്റെയർ ഇറങ്ങി താഴെ, അതായത് ജെറ്റ് സ്റ്റെയർ ഇറങ്ങിയിട്ട് താഴെ ഇനി എയർപോർട്ടിലോട്ട് പോവുകയാണ് ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പുറത്ത് നല്ല കാറ്റുണ്ട്, ചെവി വേദന എടുക്കുന്നുണ്ട് കാറ്റടിച്ചിട്ട്. അങ്ങനെ എഡിൻബർഗ് ലാൻഡായി. നമ്മൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഗ്ലൗസൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ എഡിൻബർഗ് എത്തി. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ ഗ്ലൗസൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് ട്രാം എടുത്തിട്ടാണ് പോകുന്നത്. ഇതാണ് ബാക്കിലെ ട്രാം കാണാൻ പറ്റും. എൻ്റെ ഫസ്റ്റ് ട്രാം യാത്രയാണ്. ഞാൻ കൊൽക്കത്തയിലും ട്രാവൽ ചെയ്തിട്ടില്ല. ഇത് ഞാൻ ട്രാമിലോട്ട് പോകാൻ പോവാണ്. എൻ്റെ ഫസ്റ്റ് ട്രാം വിസിറ്റാണ്. അങ്ങനത്തെ ട്രാമിൽ കയറി എൻ്റെ ഫസ്റ്റ് ട്രാം യാത്രയാണ്. നമ്മുടെ മെട്രോ ഒക്കെ പോകുന്ന പോലെ തന്നെ കേട്ടോ. അതായത് ഇവിടെ ലണ്ടനിൽ ട്യൂബൊക്കെ പോകുന്ന പോലെ തന്നെ, പക്ഷേ ഇത് റോഡിലൂടെ എന്ന് മാത്രം. ഭയങ്കര സ്മൂത്ത് ജേണിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ട്രാമെന്ന് ഇറങ്ങാൻ സ്ഥലമായി. പുറത്ത് നല്ല തണുപ്പാണ്. ഇത് മഞ്ഞല്ല കേട്ടോ, ഇവിടെ സ്ലിപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു പൊടി വിതറിയേക്കാണ്. എൻ്റെ ട്രാമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലിലോട്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ. ഇവിടെ എഡിൻബർഗ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാം ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ 3 ഡേയ്സിനാണ് ബുക്ക് ചെയ്തത്. എനിക്കൊരു 18 പൗണ്ട്സായി 3 ദിവസത്തിന്. അതായത് നാട്ടിലത്തെ ഒരു 2000 റുപ്പീസ്. ട്രാമിൻ്റെ വെബ്സൈറ്റിൽ കയറി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തേക്കാണോ അത്രയും ദിവസത്തേക്ക് നമുക്ക് ബുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ 3 ദിവസത്തേക്കാണ് എടുത്തേക്കുന്നത്. നമുക്ക് കാർഡ് നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് QR കോഡ് കിട്ടും. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ട്രാം യൂസ് ചെയ്യാം. ഫൈനലി ഹോട്ടലിലെത്തി. ഇതാണ് ഞങ്ങളെ ഹോട്ടലുള്ള ഏരിയ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് ഹിസ്റ്റോറിക് ബിൽഡിങ്സ് ആണ്. നമുക്ക് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ബാഗ് വെച്ചിട്ട് അപ്പോൾ തന്നെ ഇറങ്ങി. ഇവിടെ ആകെ കാണാൻ പറ്റുന്ന കളറാണിത്, ഒരു ടീൽ ബ്ലൂയിഷ് കളർ. ബാക്കിയെല്ലാം ഇതേപോലെ മോണുമെൻ്റൽ ആയിട്ടുള്ള കളർ. ഇവിടെ കണ്ടോ, ഇങ്ങനെ ബ്രിഡ്ജസ് വെച്ചിട്ടാണ് വീടുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ സിറ്റി ടൂർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സിറ്റി തന്നെ ചുറ്റുവട്ടത്തും എന്തായാലും തന്നെ ഉണ്ടാവും, വെറുതെ ഇങ്ങനെ നടക്കാന്നുള്ള സ്കീമാണ്. ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇവിടെ ബാക്കിൽ ബിൽഡിംഗ് കണ്ടോ. ഈ ബിൽഡിംഗ് ഭയങ്കര ഫേമസ് ബിൽഡിംഗ് ആണ്. ഇത് സ്കോട്ടിഷ് നാഷണൽ ഗാലറിയാണ്. ഞാൻ എന്തിവിടെ കണ്ടു കഴിഞ്ഞാലും എൻ്റെ ആർക്കിടെക്ചർ ലൈഫാണ് കേട്ടോ കണക്ട് ചെയ്യുക. കാരണം ഞങ്ങൾക്ക് സബ്ജക്റ്റ് ഉണ്ട് HOA എന്ന് പറഞ്ഞിട്ട്, ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ. അതിൽ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം
അതിൽ നമുക്ക് ഗോത്തിക് ആർക്കിടെക്ചർ പഠിക്കാനുണ്ട്, ഗ്രീക്ക് ആർക്കിടെക്ചർ പഠിക്കാനുണ്ട്. ഗ്രീക്ക് ആർക്കിടെക്ചറിൻ്റെ, അതായത് ഈ മിഡീവൽ ആർക്കിടെക്ചർ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഗ്രീക്ക് ആർക്കിടെക്ചറിൻ്റെ ഭാഗമാണ്. ആ ഒരു സ്റ്റൈലിലാണ് ഇവിടെ സ്കോട്ട്ലൻഡ് മൊത്തം ചെയ്തേക്കുന്നത്. അതേപോലെ ഈ ബിൽഡിങ് ഒരു ഫേമസ് ആയിട്ടുള്ള പാർത്തനോൺ ഉണ്ട്. ആ പാർത്തനോണിൻ്റെ സിമിലർ ആയിട്ടുള്ള സാധനമാണ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് ആ കാണുന്ന പില്ലേഴ്സ് ഉണ്ടല്ലോ, ഈ പില്ലേഴ്സ് ഗ്രീക്ക് ആർക്കിടെക്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇതിനെ ഡോറിക് ഓർഡർ എന്നാണ് പറയുക. ഇങ്ങനെ 3 ടൈപ്പ് ഓർഡേഴ്സ് ഉണ്ട് ഗ്രീക്ക് ആർക്കിടെക്ചറിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് സെൻറ്ററിലെത്തി. ഈ ബിൽഡിങ്ങും ഭയങ്കര ഫേമസ് ആണ്. ഇതാണ് സ്കോട്ടിഷ് മോണുമെൻ്റ് എന്നറിയപ്പെടുന്നത്. ഇവിടെ എഡിൻബ്രോ സിറ്റി എന്ന് പറയുന്നത് ഒരു കാസിലിന് ചുറ്റിപ്പെട്ട് ഇരിക്കുന്ന സിറ്റിയാണ്. ആ അറ്റത്ത് കാണുന്നതാണ് കേട്ടോ കാസിൽ. കാസിലൊരു ഹില്ലിൻ്റെ മുകളിലാണ്. അതിന് ചുറ്റുമാണ് ഇതേപോലെ ഫുൾ സിറ്റി ഉള്ളത്. ഈ ഓൾഡ് സിറ്റിയും ന്യൂ സിറ്റിയും കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലുള്ള ഷോപ്സൊക്കെ പുതിയതായിട്ട് വന്നേക്കുന്ന ഷോപ്സായിട്ടാണ്, അതായത് ഒരു റീഡെവലപ്മെൻ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ചെയ്തേക്കുന്നതാണ്. സ്ട്രക്ചർ പഴയതാണ്, താഴെ സ്ട്രീറ്റിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്തേക്കുന്നതാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കറുത്ത ബിൽഡിംഗ് ഇല്ലേ, ഈ ബിൽഡിങ്ങാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള എഡിൻബ്രോൻ്റെ ഐക്കോണിക് സ്ട്രക്ചറായിട്ട് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്കോട്ടിഷ് മോണ്യുമെൻറ്റ്. ഞങ്ങൾ ആക്ച്വലി ഏർലി മോർണിംഗ് പുറപ്പെട്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈസി ജെറ്റ് നമ്മുടെ നാട്ടിലത്തെ ഇൻഡിഗോ പോലത്തെ ഒരു ഫ്ലൈറ്റാണ്, ഫുഡൊന്നുമില്ല. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കോഫി കുടിക്കാൻ കയറിയതാണ്. അടുത്തൊരു കോഫി ഷോപ്പ് കണ്ടു, നേരെ പോയിട്ട് കോഫി അടിച്ചു. ഇവിടെ വന്നതിന് ശേഷം കോഫി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഒന്നാമത് തണുത്ത് വിറച്ചിരിക്കുകയാണ്, കോഫി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ, അതായത് സ്കോട്ട്ലൻഡ് വന്നിട്ട് ആദ്യത്തെ ഫുഡ് ഇതാണ്. നമ്മൾ കോഫി കുടിക്കാനാണ് കയറിയത്. ഇത് തന്നെയാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും. നമ്മൾ കോഫിയൊക്കെ കഴിച്ച് ഉഷാറായിട്ട് നമ്മൾ പിന്നെയും സ്ട്രീറ്റിൽ ഇറങ്ങി. നമുക്ക് പ്രത്യേകിച്ച് വേറെ പ്ലാനൊന്നുമില്ല കേട്ടോ. കുറച്ച് സ്ഥലങ്ങൾ നാളെ വിസിറ്റ് ചെയ്യാനുണ്ട് ഫേമസ് ആയിട്ടുള്ളത്. എല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സിറ്റിയിൽ നമ്മൾ ചുറ്റുവട്ടം ഇറങ്ങി നടന്ന് കാണാം. എവിടെ ഏതൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആണോ അതിൻ്റെ ഉള്ളിൽ കയറാം എന്നുള്ള പ്ലാനിൽ ഒരു സിറ്റി ടൂറാണ്. തണുപ്പ് കാരണം ഞാൻ ക്യാപ്പ് ഇട്ട് അതിൻ്റെ മുകളിൽ എൻ്റെ ഹുഡീൻ്റെ ക്യാപ്പ് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ചെവി അടച്ചില്ല എന്നുണ്ടെങ്കിൽ വേദന വരും. എനിക്കിവിടെ തണുപ്പ് കൂടുതലും പ്രശ്നം വരുന്നത് മൂക്കിനും ചെവിക്കുമാണ് കേട്ടോ. രണ്ടും ചോന്നിരിക്കും. പൊതുവെ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളാണ്. എനിക്ക് അത്ര വലിയ പ്രോബ്ലം ഇല്ല തണുപ്പായതുകൊണ്ടും. പക്ഷേ എൻ്റെ മൂക്ക് പെട്ടെന്ന് ചോക്കും. ഓൾമോസ്റ്റ് ഒരു തക്കാളി പരിവാകും കേട്ടോ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. മിക്കവാറും ഇന്ന് വൈകിട്ട് ചോന്നിട്ടുണ്ടാവും. ഫുള്ള് സാധനം ഞാൻ കാണുമ്പോഴും ഇതേപോലെ ഹോളിവുഡ് സിനിമാസ് അല്ലാന്നുണ്ടെങ്കിൽ മിസ്റ്റർ ബീൻ ഇതൊക്കെയാണ് റിലേറ്റ് ചെയ്യാം. ഇവിടെ ഓൾഡ് സ്ട്രീറ്റ് കാരണം ഇതേപോലെ ചെറിയ ചെറിയ പൗച്ചസ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ലോങ് സ്റ്റെയർ ആണ്. അപ്പോൾ നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നി, ഞങ്ങൾ കയറാമെന്ന് വിചാരിച്ചു എന്തായാലും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം കയറിയിട്ട്. സ്ട്രീറ്റ് തന്നെയാണ്, കുഞ്ഞു കുഞ്ഞു സ്ട്രീറ്റുകളാണ്, ഗല്ലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഡൽഹിയിലൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ഗല്ലിയില്ലേ, അതേപോലെ തന്നെയാണ്. പിന്നെ ലണ്ടനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എഡിൻബ്രോ സിറ്റി ടെറൈൻ ഭയങ്കര വ്യത്യാസമാണ്. കുറച്ച് ഹില്ലി ഏരിയ ആണ്. അതുകൊണ്ട് ബിൽഡിങ്സും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. പല ലെവലിലാണ് ബിൽഡിങ്ങുകൾ കാണാൻ പറ്റുക. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ പോക്കറ്റ്സ്, ഇങ്ങനെ ചെറിയ ചെറിയ പോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ വലിയൊരു ഏരിയയിലേക്ക് എത്തും. ഈ പള്ളി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. നമുക്ക് ഈ പള്ളിയുടെ അടുത്ത് കയറാം. കാരണം ഇത് സെൻറ്റ് ഗിലീസ് എന്ന് പറയുന്ന പള്ളിയാണ്. ഇവിടുത്തെ ഏറ്റവും വൺ ഓഫ് ദ ഫേമസ് മോണുമെൻ്റ് ആണ്. സ്കോട്ട്ലാൻഡിൽ വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ് സെൻറ്റ് ഗിലീസ്. നമുക്ക് എന്തായാലും ആ പള്ളിയുടെ അടുത്ത് കുറച്ചിറങ്ങിയിട്ട് കയറാം. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ഗല്ലീസ്, ചെറിയ ചെറിയ ഇങ്ങനെ വഴികൾ, അറ്റത്തൊക്കെ കാണാൻ നല്ല രസം കേട്ടോ. കണ്ടോ, അതായത് ഭയങ്കര ചെറിയ ഗ്യാപ്പാണ് 2 ബിൽഡിങ്ങുകൾ തമ്മിലുള്ളത്. അതിൻ്റെ ഉള്ളിൽ കൂടെ സ്ട്രീറ്റും ഉണ്ട്. ഇതൊരു ഹൈ സ്ട്രീറ്റാണ്, ഷോപ്പിംഗ് ഏരിയ. പിന്നെ ഇവിടെ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡസ്ട്രിയനാണ് കേട്ടോ കൂടുതലും. വെഹിക്കുലർ എൻട്രി ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അത് റെസ്ട്രിക്റ്റഡുമാണ്. ഒട്ടുമിക്ക വലിയ സ്ട്രീറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ കാർഗോ വാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡ് ട്രക്ക് വരും. ബാക്കിയെല്ലാം നമ്മൾ പെഡസ്ട്രിയനാണ്. ഈ നിൽക്കുന്ന ആളെ കണ്ടോ, ഇയാളുടെ ഡ്രസ്സ് കണ്ടോ, ഇതാണ് കേട്ടോ സ്കോട്ടിഷ് മെൻ്റെ പ്രോപ്പർ ഒരു ഡ്രസ്സ്. ഞാനിത് ലണ്ടനിലും കണ്ടിട്ടുണ്ട്, ഓഫീസിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ബസ്സും വ്യത്യാസം കേട്ടോ. ലണ്ടനിലെ ബസ് ചുവപ്പ് കളറാണ്, ഇവിടെ ഇതേപോലെ വൈറ്റും ഒരു ബർഗണ്ടി കളറാണ് കേട്ടോ. ഇതൊക്കെ ഫുള്ള് സ്ട്രീറ്റാണ്. സ്ട്രീറ്റിൽ ഫുള്ള് ഇതേപോലെ എന്താ പറയുക, ഹിസ്റ്റോറിക് ബിൽഡിംഗ് ആണ്. എൻ്റെ മുഖം ചെറുതായിട്ടൊക്കെ ചുവന്നു തുടങ്ങി, കാരണം തണുപ്പടിച്ചിട്ട് ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇത് ആ കാണുന്നത് കണ്ടോ ഉള്ളിലേക്ക്, അതാണ് കാസിൽ. ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇതാണ് കാസിൽ. ഇവിടെയൊക്കെ നമുക്ക് എന്തായാലും പോകുന്നുണ്ട്. എഡിൻബ്രോ സിറ്റിയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ കാസിൽ കാണാൻ പറ്റും.
പിന്നെ ദേ നമ്മൾ ലണ്ടനിലൊക്കെ കാണുന്ന പോലത്തെ ഈ ഫോൺ ബൂത്തുകളുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ നിന്ന് നമ്മൾ ആക്ച്വലി പോകുന്നത് ഒരു സ്കോട്ടിഷ് പാർലമെൻ്റ് ഉണ്ട്. അതൊരു ഫേമസ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ഫുഡിൻ്റെ ഷോപ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു ഫഡ്ജ് ഹൗസിലെത്തി. ഇവിടെ സ്കോട്ട്ലാൻഡ് ഈ ഫഡ്ജസിന് ഭയങ്കര ഫേമസ് ആണ്. അകത്ത് കയറിയപ്പോൾ നല്ല രസമുണ്ട്, ടെറാസോ ടൈലും. പിന്നെ അവരുടെ പ്രസൻറ്റേഷനും നല്ല രസമുണ്ട്. അവിടെ നിൽക്കുന്നവരെ കാണാനും നല്ല രസമുണ്ട്. ഒന്നാമത് സ്കോട്ടിഷ് ഗേൾസാണ്. പിന്നെ അവരുടെ ഡ്രസ്സിങ്ങും കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫഡ്ജീസ് ഓരോന്ന് വാങ്ങി. നല്ല മധുരമുണ്ട്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. നാട്ടിൽ 300 രൂപയൊക്കെ ഉണ്ട് ഒരു ഫഡ്ജിക്ക്. ഞാൻ ഡാർക്ക് ചോക്ലേറ്റാണ് വാങ്ങിയത്. പക്ഷേ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിയിട്ടും അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇത്ര നേരം തണുത്ത് വരച്ചിരിക്കുകയായിരുന്നു. സൂര്യനൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ സൂര്യൻ വന്നപ്പോൾ ഇതേ വായിന്ന് പോകും. നമ്മളിങ്ങനെ ചുമ്മാ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു പോക്കറ്റ് പാർക്ക് കണ്ടതാണ്. ഇത്രയും ബിൽഡിങ്ങിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ പാർക്ക്. കാണാൻ നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഒരു പ്രൈവറ്റ് ഏരിയ. കബൂത്തർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്കോട്ടിഷ് പാർലമെൻറ്റ്. ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഇത്ര നേരം നമ്മൾ കണ്ട ഒരു ആർക്കിടെക്ചർ സ്റ്റൈലിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായിട്ടാണ് ഈ പാർലമെൻറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഡൗട്ടാണ്. ബിൽഡിങ് കാണാൻ നല്ല രസമുണ്ട്, അടിപൊളി ആർക്കിടെക്ചറായിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു സ്ഥലത്ത്, ഇത്രയും ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലത്ത് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ളൊരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് ചെയ്തേക്കുന്നത്. ബിൽഡിംഗ് കാണാൻ രസമുണ്ട്, പക്ഷേ എന്തോ എനിക്ക് ഇവിടെ ചേരാത്ത പോലെ തോന്നി. ഈ പാർലമെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോളിവുഡ് പാലസ് ആണ്. അതായത് സ്കോട്ട്ലൻഡ് ബ്രിട്ടൻ്റെ ഭാഗമായിരുന്നല്ലോ, അപ്പോൾ അവരുടെ പാലസാണ്, സ്കോട്ടിഷ് പാലസാണത്. ഇതിനിപ്പോൾ ഞാൻ പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. നമുക്ക് അകത്ത് കയറാൻ പെർമിഷൻ ഇല്ല കേട്ടോ. ഇന്നെന്തോ മുടക്കാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ നടക്കില്ല. പുറത്തതേ നല്ല വെയിലായി. നമുക്കെന്തായാലും ഈ പാലസിൽ കയറാൻ വേണ്ടിയിട്ട് നാളെ എന്തായാലും തിരിച്ചിങ്ങോട്ട് വരണം, പാലസിൻ്റെ അകത്ത് കയറാം. അതെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട ചർച്ച് ഉണ്ടല്ലോ, സെൻറ്റ് ഗിലീസ് ചർച്ച്, അതിൻ്റെ ഉള്ളിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാം കേട്ടോ. ഫ്രീ എൻട്രി ആണ്. അടിപൊളി ചർച്ചാണ്. ഒന്നാമത് ചേർച്ചസൊക്കെ ഭയങ്കര മോണിമെൻ്റൽ സ്കെയിലാണല്ലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും. അപ്പോൾ ഒരു ദൈവികത ഫീൽ ഉണ്ട്. എനിക്ക് ഈ ചർച്ചസിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ മാർത്തോമ ചർച്ച് ഉണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് മോണിമെൻ്റൽ സ്കെയിലിൻ്റെ പ്രത്യേകതയാണത്. ഇത് ഇവിടെ കയറുമ്പോൾ തന്നെ സെൻറ്റ് ഗിലീസിൻ്റെ ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട്. സ്കോട്ട്ലാൻഡ് തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രലാണ്, ഏറ്റവും പഴക്കം ചേർന്ന കത്തീഡ്രലുമാണിത്. ഇത് 1100 അങ്ങനെ എന്തോ സമയത്താണ് ഇത് പണിതേക്കുന്നത്. ഇതും ഒരു ഗോത്തിക് ആർക്കിടെക്ചറിൻ്റെ എക്സാമ്പിളാണ്. ഈ മുകളിലത്തെ വോൾട്ട് സിസ്റ്റം, പിന്നെ ഈ പോയിൻറ്റഡ് ആർച്ച്, ഇതൊക്കെ ഗോത്തിക് സ്റ്റൈലാണ്. ഇപ്പോൾ അതിന് എന്തോ റിനോവേഷൻ, മെയിൻ്റനൻസ് എടുക്കുന്നുണ്ട് ഉള്ളിൽ. അതുകൊണ്ട് കുറച്ച് സ്ട്രക്ചേഴ്സൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എവറിത്തിങ് ഈസ് സെയിം. സ്ട്രക്ചർ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ വോൾട്ട് സിസ്റ്റം കണ്ടോ, ഇത് ഭയങ്കര അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് പോയിൻറ്റഡ് ആർച്ച് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോഴും മാസമൊക്കെ നടക്കുന്ന ചേർച്ചാണ് കേട്ടോ. ഇതിൻ്റെ സെൻട്രൽ ഹോൾ നോക്കി, അത്രയും റിപ്ഡ് ആയിട്ടുള്ള ആർച്ച് സിസ്റ്റമാണ് മുകളിൽ. പിന്നെ ഈ സ്റ്റെയിൻഡ് ഗ്ലാസ് ഇല്ലേ, ഇതും ഒരു ഗോത്തിക് ആർക്കിടെക്ചറിൻ്റെ ഭയങ്കര ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇതിൻ്റെ അകത്തൊക്കെ നോക്കിയേ, എന്തോരം ഓർണമെൻറ്റേഷനല്ലേ, എന്തോരം പണിയെടുത്തിട്ടുണ്ടാവും. നമുക്ക് ഓരോന്ന് കാണുമ്പോഴേ അത്ഭുതമാണ്. പക്ഷെ നമുക്കും ഇന്ത്യയിലും ഇതേപോലത്തെ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കുറച്ചും കൂടെ ക്രിസ്ത്യൻ സാധനങ്ങളല്ല, കൂടുതലും മുഗൾ ആർക്കിടെക്ചറും. പിന്നെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി സ്ട്രോങ് സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ. ഈ സ്റ്റെയിൻ ഗ്ലാസ് ഭയങ്കര അടിപൊളി സാധനമാണ്. ഞാൻ ഒത്തിരി പഠിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്, ഇതേപോലെ തന്നെ ആർക്കിടെക്ചർ എടുത്തപ്പോൾ.
ഇതിൽ നിന്ന് ഈ ലൈറ്റൊക്കെ ഫിൽട്ടർ ചെയ്ത് അകത്തേക്ക് വരും. അതാണ് ചേർച്ചിൻ്റെ ആ ഒരു ഫീല്. ചർച്ച് But that's why the church is so packed with people. ചേർച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ പുറത്തിറങ്ങി. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്തൂപം വെച്ചിട്ടുണ്ട് കേട്ടോ. അതാരുടേതാണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു ഡോറിന് നേരെ ഓപ്പോസിറ്റായിട്ട് നേരെ പാരലായിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കളർ കൊടുത്തിട്ടുണ്ട്, ആ ഒരു ടീൽ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞാനൊരു കുരിശും വരച്ചിട്ട് ഇറങ്ങി. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചേർച്ചിൻ്റെ അവിടെ നിന്ന് നേരെ ഇറങ്ങുന്നത് ഇതേപോലത്തെ ഒരു ചെറിയൊരു സ്മോൾ സ്ട്രീറ്റിലേക്കാണ്. ഇവിടെയും വേറെ ഏതോ ഒരു പള്ളിയുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ച് മെയിൻ്റെനൻസും പണികളൊക്കെ നടക്കുന്നുണ്ട് ചുറ്റുവട്ടത്തൊക്കെ, പക്ഷെ എല്ലാം പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് സ്കോട്ട്ലാൻഡ് കാണാൻ വേണ്ടി വന്ന ടൂറിസ്റ്റാണ് കൂടുതലും. എല്ലാ നാഷണാലിറ്റീസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കയറാമെന്ന് വിചാരിച്ച് നമ്മൾ ഈ ഒരു സാധനം ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ അകത്ത് കയറി നോക്കി. കാരണം നല്ല രസമുണ്ട്, അകത്തേക്ക് ഉള്ളിൽ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തത്. പക്ഷേ അത് റെസ്റ്റോറൻ്റ് ആയിരുന്നു, അങ്ങനെ അവിടെ കയറിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ബാർ സെറ്റപ്പ് കിട്ടി. ഇവിടെ സ്കോട്ട്ലാൻഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യം ആണ് സ്കോച്ചസ്. അതുകൊണ്ട് മുട്ടിന് ഉള്ള സ്ഥലങ്ങൾ ഫുള്ള് ബാറുകളാണ്. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് കയറി. എനിക്ക് ഓപ്ഷൻസ് ഭയങ്കര കുറവാണ് കേട്ടോ. എവിടെ പോയാലും ആകെ കിട്ടുന്നത് മൊഹിറ്റോ ആണ്. പിന്നെ മൊഹിറ്റോ ഉണ്ടാവും, ചിലപ്പോൾ ഏതെങ്കിലും വല്ല സ്ട്രോബെറി ഫ്ലേവേർഡ് ഡ്രിങ്ക്സോ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഫ്ലേവേർഡ് ഡ്രിങ്ക്സ് ആയിരിക്കും കിട്ടുക. ഇവിടെ പൊതുവേ നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഭയങ്കര കുറവാണ്. പൊതുവേ ലണ്ടനിലും ഭയങ്കര കുറവാണ്, പക്ഷേ സ്കോട്ട്ലാൻഡിൽ വന്നപ്പോൾ തീരെ കുറവാണ്. ചിലപ്പോൾ ആകെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എവിടെ ചെന്നാലും എനിക്ക് മൊഹിറ്റോ ആണ്. അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴത്തേനും ഞങ്ങൾ നേരെ ഈ കാസിലോട്ട് വന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാസിൽ കേട്ടോ. ചുറ്റും കണ്ടോ, ചുറ്റുമാണ് എഡിൻബറോ സിറ്റി. ഇവിടെ ഉച്ച സമയമായെങ്കിലും നല്ല ഇരുട്ടായി തുടങ്ങി, കാരണം വിൻ്റർ അല്ലേ. അത്യാവശ്യം നല്ല രീതിയിൽ ഇരുട്ടാവുകയും ചെയ്തു, നല്ല തണുപ്പുമായിട്ടോ. ഇപ്പോൾ സമയം 1 മണി ആവുന്നതേ ഉള്ളൂ. നമ്മൾ 1 മണിക്ക് ഇവിടെ ഒരു ചടങ്ങുണ്ട്, അതിന് വേണ്ടിയിട്ട് വന്നേക്കാണ് കാസിലിൽ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് സിറ്റി കാണാം. നമുക്കിവിടെ കാസിലിൽ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 20 പൗണ്ടിന് മുകളിലുണ്ട്, അതായത് 2000 രൂപേൻ്റെ മുകളിൽ നമുക്ക് ചാർജ് വരുന്നുണ്ട് കാസിൽ കയറാൻ വേണ്ടിയിട്ട്. എഡിൻബറോ. If you're American, you would call it Edinburgh. കാസിലിൽ ഒത്തിരി സാധനങ്ങളുണ്ട്. ചാപ്പലുണ്ട്, പിന്നെ ഇപ്പോൾ നിലവിൽ മ്യൂസിയം ഉണ്ട്, റോയൽ റെസിഡൻസ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സാണ് ഉള്ളത്. ഒരു ഹിൽ മൊത്തം കൺവേർട്ട് ചെയ്തേക്കാണ്. പിന്നെ ഫോർട്ടിഫിക്കേഷൻ ഉണ്ട്, ഫോട്ടോ അറ്റാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഓരോന്നും ഒരു കോമൺ അരീനൻ്റെ സൈഡിലായിട്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. അതായത് ഒരു കോമൺ അരീന ഉണ്ട്, അവിടെ നമുക്ക് ഡിഫറെൻറ്റ് വേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലതിൽക്കും എൻ്റർ ചെയ്യാം. അത്യാവശ്യം വലിയൊരു കാസിലാണ് കേട്ടോ അത്. നല്ലൊരു ഏരിയ ഉണ്ട്, മുകളിലൊരു ടൗൺഷിപ്പിനുള്ള ഏരിയ ഉണ്ട്, റോഡും കാര്യങ്ങളൊക്കെ No, ഉണ്ട്. we haven't. No, we've not been here. No, I remember this. I don't remember. No, you're thinking about. I know what you're thinking about. There's a castle with your mum once. കാസിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മുകളിൽ ഒരു അസംബ്ലി ഹോൾ പോലെയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റിക്കുള്ള സ്ഥലമുണ്ട്.
ഇവിടെ കാസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ പാനോരമിക് വ്യൂ. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഫുൾ സിറ്റി കാണാൻ പറ്റും. അത് ഭയങ്കര അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ ബിൽഡിങ്സും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. നമ്മളിന്ന് വന്ന വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു അസംബ്ലി ഏരിയയിൽ ഇവിടെ വെച്ചിട്ടാണ് ഈ ഞാൻ പറഞ്ഞ സെറിമണി നടക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. 1 മണിയാകുമ്പോഴാണ് ആ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ 1 o'clock ഇവിടെ ഒരു പീരങ്കിയുണ്ട്, അത് ഫയർ ചെയ്യും. അത് പണ്ട് ഫയർ ചെയ്തിരുന്ന സാധനമാണ്. ഇപ്പോൾ ഇത് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഫയർ ചെയ്യുന്നതാണ്. 1 o'clock ഫയർ എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ അതേ മാർച്ച് കാണുന്നുണ്ടോ, ഒരാൾ വന്ന് മാർച്ച് ചെയ്ത് അവരുടെ പ്രോപ്പർ മിലിറ്ററി എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനത്തെ കുറേ ആചാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അത് ചെയ്യുക. ഇപ്പോൾ വെടി പൊട്ടിക്കും കേട്ടോ. Time to shoot. It's gonna be long. കുറേ നേരമായിട്ടോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. എൻ്റെ മനസ്സിലാണെങ്കിൽ മറ്റേ മിഥുനം ഡയലോഗാണ്, ഇതിപ്പോൾ പൊട്ടും ഇതിപ്പോൾ പൊട്ടും. I also want to say something. Even if I'm making some loud noise now, I will be really scared. ആ മിലിറ്ററി മാൻ സമയമൊക്കെ നോക്കുന്നുണ്ട്. എല്ലാവരും ചെവിയൊക്കെ പൊത്തിയിരിക്കുക കേട്ടോ, കാരണം എത്ര ലൗഡാന്നൊന്നും നമുക്കറിയില്ല. ഫൈനലി പൊട്ടി ഗൈസ്. അത്യാവശ്യം നല്ല ലൗഡായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുത്തെ ആൾക്കാർ മൊത്തം ഇനിയിപ്പോൾ ചെറുതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ ഇതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. ഇത് കണ്ടോ, 1861 മുതൽ ഈ ആചാരം കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും 1 o'clock സമയത്ത് ഈ ഗണ്ണ് ഫയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കഫേ കാര്യങ്ങളുണ്ട്. കാരണം ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് ഇപ്പോൾ കാസിൽ ഉപയോഗിക്കാത്തതുകൊണ്ടും ഫുള്ള് മ്യൂസിയംസും ടൂറിസ്റ്റ് ഹോംസും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ കോഫിയോ, അത് ഞാൻ എടുത്ത് കയറിയപ്പോൾ നല്ല രസമുണ്ട്. വേറൊരു വിൻറ്റേജ് വൈബുള്ള ഒരു സ്ഥലം. ഈ കാസിൽ ഭയങ്കര വലുതായതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു കാർഡ് കിട്ടും. ആ കാർഡ് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ഡയറക്ഷനിൽ പോവുക. ഇപ്പം നമ്മൾ പോകുന്നു. സോ ഇനി നമുക്ക് നാഷണൽ വാർ മ്യൂസിയത്തിലോട്ട് പോകാം. ഈ കാസിൽ ഫുള്ളൊരു ഹില്ലിലാണ്. അവിടെ കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്, പല പല ബിൽഡിങ്സ് ആയിട്ടാണ്. ഇപ്പോൾ അത് കൺവേർട്ട് ചെയ്തിട്ട് മ്യൂസിയവും ഇതേപോലെ ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് മാറ്റിയേക്കാണ്. ഇവിടെ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് നിന്ന സ്ഥലമായിരിക്കണം. ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഈ ക്യൂവിൻ്റെ ഒക്കെ സെക്യൂരിറ്റി ഗാർഡ്സിനെ കണ്ടിട്ടില്ല അനങ്ങാണ്ട് നിൽക്കുന്നത്. അവരുടെ ജോലി അതാണ്, അത്ര മണിക്കൂർ അനങ്ങാണ്ട് നിൽക്കണം. ഷിഫ്റ്റിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ച് റിനോവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇത് വാർ മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കയറി നോക്കാം. ഉള്ളിലിത് നല്ല ഇരുട്ടാണ്, എത്ര കാണാൻ പറ്റുന്നറിയില്ല. എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം വാർ മ്യൂസിയം കാരണം ആ ഒരു തീമിലാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഇരുട്ടാണ്. പിന്നെ കുറച്ചൊരു ഡിം ലൈറ്റ് കൊടുത്തിട്ട് ഈ എക്സിബിറ്റ്സൊക്കെ എക്സിബിറ്റ് ചെയ്തേക്കാണ്. ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ഭയങ്കര ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ അന്തകാലത്ത് നമ്മൾ വാളും പരിചയമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർ ഗണ്ണൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കൂടുതലും ഗണ്ണും ഗൺ പൗഡേഴ്സും അങ്ങനത്തെ
വാർ എക്സിബിറ്റ്സ് ആണ് കേട്ടോ കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ ഇവർ യൂസ് ചെയ്തിരുന്ന പരിച, ഡ്രസ്സ്, പിന്നെ ഒത്തിരി ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഫോട്ടോസ്, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലത്തെ കത്തിയും പിന്നെ കുറേ എക്യുപ്മെൻറ്റ്സും ഉണ്ട്. എനിക്ക് സത്യത്തിൽ ഈ ഡ്രസ്സ് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മറ്റേ ജാലിയൻ വാല ബാഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർമ്മ വന്നത്. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിൽ പറഞ്ഞ ബ്രിട്ടീഷ് സോൾജേഴ്സ് വന്ന നമ്മളായിട്ട് ഫൈറ്റ് ചെയ്യുന്നതും അതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. What's the term? What is the term? Kilo 5. ഇതേപോലെ കുറേ സർട്ടിഫിക്കറ്റ്സും മെഡൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏവിയേഷൻ്റെ ആണ്. അതിൽ ആർമി പൈലറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഈ യുദ്ധത്തിൽ മരിച്ച ആൾക്കാരുടെ ഓരോ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. അവരുടെ ഫോട്ടോവും ഡീറ്റെയിൽസും പിന്നെ അവർക്ക് കിട്ടിയ റാങ്ക്സും വെച്ചിട്ടുണ്ട്. ഈ സാധനം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. മാപ്പ് വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു പഴയൊരു ഡ്രസ്സ്. ഇന്നത്തെ ഫാഷനും അന്നത്തെ ഫാഷൻ്റെയും ഒരു കണക്ഷനായിട്ട് തോന്നി എനിക്ക്. അത് കഴിഞ്ഞ് വാർ മ്യൂസിയത്തിൽ നിന്ന് നേരെ എക്സിറ്റ് ആയി. ഇനി നമ്മൾ പോകുന്നത് പ്രിസണിലാണ്. ആ വാർ മ്യൂസിയത്തിൻ്റെ തന്നെ ഭാഗമാണ്. പക്ഷെ അവിടെ നിന്ന് ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കയറാനുണ്ട്. അതായത് പണ്ട് യുദ്ധം വരുമ്പോൾ പുറത്തുനിന്ന് രാജാക്കന്മാരെയും പിടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരെയും പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പ്രിസൺസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതായത് സിവിലിയൻസിനെ കീപ്പ് ചെയ്യാനുള്ളതും, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പുറത്തുനിന്നൊരു രാജാവിനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാജാവിനെ പൂട്ടിയിടാനുള്ള തടവറ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രിസൺ ഉള്ളത്. കയറുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ഷിപ്പിൻ്റെ മാതൃക വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അത്ര പഴക്കമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ പ്രിസണിൽ എങ്ങനെയാണ് ലൈഫ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഡ്രസ്സും പിന്നെ അവർക്ക് കൊടുത്തിരുന്ന ഭക്ഷണവും എന്തായിരുന്നുള്ളത്. ഇവിടെ പ്രിസണിൽ കൊടുത്തിരുന്നത് ബിയറും, ഇത്ര ml ബിയറും പിന്നെ റെഡ് മീറ്റും ആണ് കേട്ടോ കൊടുത്തിരുന്നത്. ഓരോ സ്ഥലത്തും ഓരോ ഫുഡില്ലേ. നമ്മുടെ നാട്ടിൽ ഗോതമ്പൊട്ട് തിന്നെന്ന് പറയില്ലേ, പക്ഷെ ഇപ്പോൾ ജയിലിൽ ഗോതമ്പൊട്ടൊന്നും അല്ല. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ബിയറും ഈ റെഡ് മീറ്റും കൊടുക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിലിറ്ററി പ്രിസൺ. മിലിറ്ററിക്കാരുടെ പ്രിസൺ സെപ്പറേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അത് ഒരു താഴത്തേക്ക് പോകുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ. കുറച്ചൊരു ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതാണ് കേട്ടോ ജയിൽ ഏരിയ. പ്രിസൺ, മിലിറ്ററി പ്രിസൺ എന്ന് പറയുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മ വന്നത് ഈ ഇംഗ്ലീഷ് സീരീസിലൊക്കെ ഇപ്പോഴത്തെ ജയിലിൽ കാണിക്കും, അതിൻ്റെയൊക്കെ തന്നെ പഴയൊരു ചെറിയൊരു വേർഷൻ. ഇത് ഒറിജിനൽ സ്ഥലമാണ്. ഇവിടെയാണ് ശരിക്കും ആൾക്കാരെ സൂക്ഷിച്ചിരുന്നത്.
concert, do you think? There's a guy. Storage room now. Ivan's jacket. No, it's not. It's not. Yeah, you ditched me. Because you were so You slow. ditched me for all the girls. No, you were slow. ഇതിലാണ് നോർമൽ തടവറ സൂക്ഷിച്ചിരുന്നത്. ഇത് ഗ്രൂപ്പായിട്ട് എല്ലാവർക്കും കിടക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. മറ്റേതെന്നൊക്കെ പറയുന്നത് സിംഗിൾ സെല്ലായിരുന്നു. French vault, right? There's two vaults, French vault and American vault. People are staying There here. have been exchanges. A few. We're so far north here that they hardly know of our existence. And to be frank, we have so few prisoners to exchange. When Jones was at sea, he captured hundreds and sent them to France. But now I hear he's in America. ഞാൻ നമ്മുടെ നാട്ടിൽ കുറ്റം പറയല്ല, പക്ഷെ പുറത്ത് എനിക്കിവിടെ ഏറ്റവും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് സിവിക് സെൻസ് കുറച്ച് കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ അത് ഇപ്പോഴും കുറച്ച് ലാക്കിംഗ് ആണ്. എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയാലോ ഇങ്ങനെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ അതിനെ പോയി ടച്ച് ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഹിസ്റ്ററിയാണ്, ഇതിങ്ങനെ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തലമുറയ്ക്ക് ഇത് കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത ഇല്ലാണ്ടാണ് നമ്മൾ പോയി ടച്ച് ചെയ്യുന്നത്. ടച്ച് ചെയ്യുന്ന സമയത്ത് അതിന് ഡാമേജസ് സംഭവിക്കാം. ഈ വെസലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതൊക്കെ ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ ആൾക്കാർക്ക് കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ജസ്റ്റ് അതിനെ എക്സിബിറ്റായിട്ട് കണ്ടു പോകുന്ന ഒരു ശീലമാണ്. ഇനി ഇതേ നമ്മുടെ കാസലിൻ്റെ സ്ഥിതി ചെയ്തേക്കുന്ന ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷനിലേക്കാണ് കയറുന്നത്. ഇതാണ് കേട്ടോ ഏറ്റവും ടോപ്പ് ഏരിയ. Citadel means? Not sure. I heard this. Me too. Citadel. Something to do with maybe the space, the building. Yeah. Like an arena or like that. Oh. This one is so good. Tutta la parte antica l'avete vista? Tutta la parte antica. ഇനിയും ഒത്തിരി സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ. കുറേ റൂംസ് ഉണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മൾ നേരത്തെ മിലിറ്ററി പ്രിസണിൽ പോയില്ലേ, അതേപോലെ തന്നെ ഡേവിഡ് ടവർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് എല്ലാം ഇതേപോലെ ചെറിയ ഫോട്ടോ ആയതുകൊണ്ട് എല്ലാം ചെറിയ വഴി കൂടെ പോകണം നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. Rivals, like opponents, if you like. Yeah. People against him. So basically, he would invite them to dinner. ഇത് ഈ രാജാക്കന്മാരെ അല്ലാന്നുണ്ടെങ്കിൽ മിലിറ്ററി ആൾക്കാരെയൊക്കെ ശിക്ഷിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെ വേറെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ലാസ്റ്റ് സപ്പർ എന്നൊക്കെ പറയുന്ന പോലെ. ലാസ്റ്റ് കോഴ്സ് ഡെത്തോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്. നമ്മൾ ഈ ഡിന്നറിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് അതിൽ പോയിസൺ നടത്തിയിട്ട് ആൾക്കാരെ കൊല്ലുന്ന പരിപാടി. എന്തൊക്കെയല്ലേ.
ഇത്ര നേരം മാറും ബഹളൊക്കെ അല്ലായിരുന്നു. ഇനി നമുക്ക് കുറച്ച് നല്ല സാധനങ്ങൾ കാണാം. അതായത് അത്രയും ലക്ഷറി ആയിട്ടുള്ള ജ്വല്ലറീസ് സൂക്ഷിച്ചു വെച്ചേക്കുന്ന സ്ഥലമാണ്. സ്കോട്ട്ലാൻഡിന് കുറേ പ്രത്യേകതയുണ്ട്. ഇതേപോലെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ കിരീടവും പിന്നെ ഇവർക്ക് ചെങ്കോല് പോലത്തെ ഒരു സാധനമുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഇവിടെയാണ് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്, സ്കോട്ട്ലാൻഡിൻ്റെ കേട്ടോ. ഇതാണ് ആ കിരീടത്തിൻ്റെ ഫോട്ടോ. കിരീടം നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് പോയത് അവിടെ നിന്ന് തന്നെ ചെറിയൊരു റൂമിൽ കാണാം. ആ ഒരു റൂം ഫുള്ള് ഈ ടൂൾസാണ്, വാറിന് യൂസ് ചെയ്തിരുന്ന ടൂൾസ്. ഈ ഏരിയ നല്ല രസമുണ്ട്, ഈ കളറും ലാമ്പും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ആ ലൈറ്റിനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ ക്വാളിറ്റി ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ക്യാസിലിൽ ഇറങ്ങിയിട്ട് ഭയങ്കര ടയേർഡായിരുന്നു. നമ്മളാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല ഫുഡായിട്ട്. അപ്പം ഞങ്ങളൊരു ജപ്പാനീസ് റെസ്റ്റോറൻറ്റ് കണ്ടു, അങ്ങനെ അവിടെ കയറി. ഞാൻ നാട്ടിൽ നിന്ന് സുഷി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് കഴിച്ചപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിട്ടോ. പിന്നെ ഇവിടുത്തെ കൺവെയർ സിസ്റ്റം നല്ല രസമുണ്ട്. ഞാനിത് കാർട്ടൂണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് കൺവെയറിൽ ഇങ്ങനെ ഫുഡ് വരും, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് പിക്ക് ചെയ്ത് ടേബിളിൽ വെക്കാം. ഫൈനലി നമ്മുടെ ടേബിളിൽ എത്ര ബൗളുണ്ടോ ആ ബൗളിനനുസരിച്ച് അവർ പേയ്മെൻറ്റ് പറയും. ഓരോ ഡിഷിനും ഓരോ കളറാണ്, ഓരോ ഡിഫറെൻറ്റ് ബൗളാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ഫുഡ് കൺവെയറിൽ വരാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിരിക്കുന്നത്. ഞാൻ ചോപ്സ്റ്റിക്ക് ഇപ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സുഷി നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് കഴിച്ചതിലും അടിപൊളിയായിരുന്നു സാധനം. ഒത്തിരി വെറൈറ്റീസ് ഓഫ് സുഷി ഉണ്ടായിരുന്നു. അതിൽ ഇതേപോലെ പച്ചമീനുള്ള സാൽമണുള്ള സുഷി ഉണ്ടായിരുന്നു. എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പുറത്ത് നല്ല തണുപ്പായി. ഞങ്ങളിപ്പോഴാണ് കേട്ടോ തിരിച്ചൊന്ന് ഹോട്ടലിലോട്ട് വരുന്നത്. കാരണം നേരത്തെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അവിടുന്ന് നേരെ നമ്മളൊരു ബാറിൽ പോയി കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി ഒന്ന് റിലാക്സ് ചെയ്യണം, കാരണം നല്ല ടയേർഡായി. കാരണം രാവിലെ ഏർലി മോർണിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് റൂമിലൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ രാത്രി ഡിന്നറിന് ഇറങ്ങി. ഡിന്നർ നമ്മൾ പ്രോപ്പർലി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്ട്രീറ്റിൽ ഇറങ്ങിയപ്പോൾ സ്ട്രീറ്റ് ഓൾമോസ്റ്റ് ശാന്തമായി. ഫൈനലി നമ്മളൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് കണ്ടു, ഇറ്റാലിയൻ പാസ്റ്റാസ് കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അത്യാവശ്യം നല്ല റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഈവനിങ് ആയപ്പോഴത്തേനും ഒത്തിരി തണുപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരും റെസ്റ്റോറൻറ്റിൻ്റെ അകത്തും കാര്യങ്ങളൊക്കെയാണ്, പുറത്തൊന്നും ആരുമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്രോപ്പർ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ കയറുന്നത്. കാരണം ഞാൻ പാസ്ത പിസ്സയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇതേപോലെ കോൾഡ് കട്ട് സാധനം സ്റ്റാർട്ടറായിട്ട് കിട്ടുന്നത്. ബ്രെഡും കോൾഡ് കട്ടുമാണ് കിട്ടിയത്. ഞാൻ സ്റ്റാർട്ടർ മീറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നല്ല ഫ്രൈഡ് സാധനമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ കോൾഡ് കട്ടാണ് കിട്ടിയത്. കോൾഡ് കട്ട് എന്ന് പറയുന്നത് സലാമി, തുർക്കി ബ്രസ്റ്റ്, ഹാം ഇതൊക്കെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് തരുന്നതാണ്. നമ്മളിത് ജസ്റ്റ് ഒരു സോസിൽ മുക്കിയിട്ട് വേണം കഴിക്കാൻ. പിന്നെ ബട്ടറും ബ്രെഡും ഉണ്ട്. ഞാൻ ഇന്നേ വരെ ഈ സാധനം ഇങ്ങനെ കഴിച്ചിട്ടില്ല. ഞാൻ സാൻഡ്വിച്ചിൻ്റെ ഒക്കെ ഉള്ളിൽ മയോ ഒക്കെ വെച്ചിട്ട് കഴിക്കലുണ്ട്. എനിക്ക് ആദ്യം ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്ത് പറഞ്ഞാലും ഓൾമോസ്റ്റ് ഒരു പച്ച മീറ്റാണല്ലോ. ശരിക്കും ഇത് അത്രയ്ക്ക് പച്ചയല്ല, ഒന്നില്ലെങ്കിൽ സ്മോക്ഡും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക പ്രീ കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇങ്ങനെ കോൾഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ സോസേജസൊക്കെ എന്താ പറയുക പിന്നെയും കുക്ക് ചെയ്തിട്ടാണ് കഴിക്കുക. ശരിക്കും കോൾഡായിട്ടും അത് കഴിക്കാൻ അലൗഡ് ആണ്. ഫൈനലി ഞാനൊരു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കി കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചില മീറ്റുകൾ പറ്റിയില്ല, പക്ഷെ ചിലതൊക്കെ ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടർ കഴിഞ്ഞപ്പോഴത്തേനും മെയിൻ കോഴ്സ് വന്നു. എൻ്റെത് ഒരു പ്രോൺസ് പാസ്ത ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നേ. നല്ല രസമുണ്ട്. ഭയങ്കര ഒതൻറ്റിക്കാണ്. സോൾട്ട് ഭയങ്കര കുറവാണ്. കൂടുതലും ടൊമാറ്റോൻ്റെ ടേസ്റ്റാണ്. ജസ്റ്റ് ഒരു പ്ലെയിൻ സോസിൽ ഇട്ടേക്കുന്ന പാസ്ത. പക്ഷെ നല്ല വിശപ്പുള്ളതുകൊണ്ടാണെന്നുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്തായിരുന്നു. ഫൈനലി ഇത് നമ്മൾ റൂമിലെത്തി. ഇതാണ് കേട്ടോ എൻ്റെ റൂം. രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ജേണിയാണ്. അത് കഴിഞ്ഞ് ഫുള്ള് സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി. എൻ്റെ ഫേസ് കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ അങ്ങനെ വന്നൊരു ഷവർ എടുത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സി യാ.